അപ്പോൾ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. ഓക്കെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുന്നതിന് മുൻപേ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേട്ട പേരായിരുന്നു സോഷ്യൽ മീഡിയ താരവും അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയുമായ രേണു സുധിയുടേത്. പ്രവചനങ്ങൾ ശരിവെച്ച് രേണു ബിഗ് ബോസിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ വെച്ച് രേണു സുധി സ്വമേധയാ ഷോയിൽ നിന്ന് വാക്കൗട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ മുതൽ ഹൗസിൽ തുടരാൻ തനിക്ക് കഴിയുന്നില്ല എന്നും മാനസികമായി താൻ വളരെ വീക്കാണെന്നും രേണു പറയാൻ തുടങ്ങിയിരുന്നു. അതോടെയാണ് പുറത്തായിരിക്കുന്നത്. 35 വർഷം പോലെ തോന്നുന്നുവെന്നും 100 ദിവസം ഹൗസിൽ കഴിയുന്നവരെ സമ്മതിക്കണം, 100 ദിവസം നിൽക്കുന്നവർ നിൽക്കട്ടെ, അതിൽ എനിക്ക് സന്തോഷം മാത്രം, അവർ മെൻ്റലി ഓക്കെ ആയിരിക്കും, എനിക്ക് പക്ഷേ ഓക്കെ ആയിരുന്നില്ല. സുധിച്ചേട്ടൻ മരിച്ച സമയമുണ്ടായ തരം ട്രോമയിലേക്ക് വന്നതുപോലെ ഒരു ഫീലായിരുന്നു. പുറത്തുള്ളപ്പോൾ മെൻ്റലി സ്ട്രോങ് ആണെങ്കിലും അകത്ത് കയറിയാൽ ചിലർ ഡൗൺ ആയി പോകും, ചിലർ അവിടെ അതിജീവിക്കുമെന്നും രേണു സുധി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ലാലേട്ടൻ ഇതേക്കുറിച്ച് പ്രതികരിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ നിന്നും വരുന്നത്. രേണു സുധിക്ക് പുറത്ത് നല്ല വോട്ടിങ്ങും സപ്പോർട്ടും ഉണ്ടെങ്കിൽ കൂടിയും രേണുവിന് ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ താല്പര്യമില്ല. പിന്നെ എന്തിന് അവരവിടെ നിർത്തണമെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയത്. എങ്കിലും രേണുവിനെ മാക്സിമം അവിടെ നിലനിർത്താൻ തന്നെ നോക്കിയിട്ടുണ്ട്. രേണുവിന് പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും ലാലേട്ടൻ പ്രതികരിച്ചു പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.